ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ആഴക്കടലിൽ പുതിയൊരു വേലിയേറ്റം ദൃശ്യമായിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി തമിഴ് രാഷ്ട്രീയം അടക്കി ഭരിച്ച DMK, AIDMK എന്നീ വൻമരങ്ങളെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് ദളപതി വിജയുടെ തമിഴക വെട്രിക്കഴകം തമിഴ് മണ്ണിൽ വിജയക്കൊടി പാറിച്ചിരിക്കുന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 107 സീറ്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി TVK മാറിയിരിക്കുന്നു. എന്നാൽ തമിഴ് ജനത വിജയെ ജനനായകൻ എന്ന് വിളിച്ചു വാഴ്ത്തുമ്പോഴും നിയമസഭയിലെ കേവല ഭൂരിപക്ഷമെന്ന മാന്ത്രിക സംഖ്യയായ 118 എന്ന കടമ്പ കടക്കാൻ TVKയ്ക്ക് 11 MLAമാരുടെ പിന്തുണ കൂടി ആവശ്യമായി വരും. രാഷ്ട്രീയ ചരിത്രത്തിൽ MGRനും NTRനും ശേഷം ഒരു സിനിമാ താരം ഇത്രത്തോളം സ്വാധീനം ചെലുത്തിയ മറ്റൊരു നിമിഷം സമകാലിക ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഈ സന്ദർഭത്തിൽ തമിഴ്നാട്ടിൽ ഒരു സഖ്യ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള സാധ്യതകൾ തേടുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അതെപ്പോഴും വൈകാരികവും വ്യക്തി കേന്ദ്രീകൃതവുമാണെന്ന് നമുക്ക് കാണാം. പെരിയാറിന്റെയും അണ്ണാദുരയുടെയും ആശയങ്ങളിൽ മുളപൊട്ടിയ ദ്രാവിഡ രാഷ്ട്രീയം പിന്നീട് കരുണാനിധിയും MGRും ജയലളിതയും തമ്മിലുള്ള പോരാട്ടങ്ങളിലൂടെയാണ് വളർന്നത്. ഈ മഹാരഥന്മാരുടെ വിയോഗത്തിന് ശേഷം തമിഴ് മണ്ണിലുണ്ടായ രാഷ്ട്രീയ ശൂന്യതയിലേക്കാണ് വിജയ് തന്റെ എൻട്രി നടത്തിയത്. അഴിമതിക്കും കുടുംബവാഴ്ചയ്ക്കുമെതിരെ അദ്ദേഹം ഉയർത്തിയ ശബ്ദം തമിഴ് യുവാക്കൾക്കിടയിൽ വൻ തരംഗമായി മാറി. വെറുമൊരു സിനിമാ താരമെന്ന പ്രതിച്ഛായയിൽ നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിലേക്കുള്ള വിജയുടെ പരിണാമം തമിഴ്നാട്ടിലെ ജനവിധിയിൽ വ്യക്തമായി നമുക്ക് കാണാം. എന്നാൽ അധികാരം കൈപ്പിടിയിലൊതുക്കാൻ കേവല ഭൂരിപക്ഷത്തിന്റെ കുറവ് പരിഹരിക്കേണ്ടത് ഒരു സോളോ ഹീറോ ഇമേജിൽ നിന്ന് മാറി ഒരു ഭരണാധികാരി എന്ന പദവിയിലേക്ക് വിജയ്ക്ക് ദൂരമേറെയുണ്ട്. ഇവിടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സങ്കീർണമായ സഖ്യ ചർച്ചകൾ പ്രസക്തമാകുന്നത്. ഈ സവിശേഷ രാഷ്ട്രീയ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അസ്ഥിവാരമിളക്കിയ വിജയ് തരംഗത്തെ എങ്ങനെ ഒരു സുസ്ഥിര ഭരണകൂടമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് 3 പ്രധാന സാധ്യതകളാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ആദ്യത്തേത് ചെറിയ പാർട്ടികളെയും സ്വതന്ത്രരെയും ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു മഴവിൽ സഖ്യമാണ്. 10ലധികം സീറ്റുകളുടെ കുറവ് പരിഹരിക്കാൻ കോൺഗ്രസ്, CPI തുടങ്ങിയ പാർട്ടികളുടെ പിന്തുണ TVKയ്ക്ക് അനിവാര്യമാണ്. പണ്ട് മുതൽക്കേ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള PMK, VCK, MDMK തുടങ്ങിയ പാർട്ടികൾക്ക് ഇത്തവണയും അവരുടേതായ ഇടം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ DMK സഖ്യത്തിലുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക തീരുമാനമായിരിക്കും. വർഷങ്ങളായി DMKയെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഭരണത്തിൽ പങ്കാളിത്തം ലഭിക്കാത്തതിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയുന്നുണ്ട്. രാഹുൽ ഗാന്ധി വിജയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതും തമിഴ് യുവാക്കളുടെ ശബ്ദമാണ് ഈ വിജയം എന്ന് വിശേഷിപ്പിച്ചതും കോൺഗ്രസ് TVK പാളയത്തിലേക്ക് മാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ഭരണ പങ്കാളിത്തം എന്ന വാഗ്ദാനം വിജയ് മുന്നോട്ട് വെച്ചാൽ ദേശീയ തലത്തിൽ BJPയെ ചെറുക്കാൻ തമിഴ്നാട്ടിൽ ഒരു പുതിയ സഖ്യം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരമൊരു സഖ്യം വിജയ്ക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. താൻ വിഭാവനം ചെയ്യുന്ന അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ഭരണം കാഴ്ചവെക്കാൻ പല താൽപ്പര്യങ്ങളുള്ള ചെറിയ പാർട്ടികളെ കൂടെ കൂട്ടുന്നത് തടസ്സമായേക്കാം. പ്രധാനപ്പെട്ട വകുപ്പുകൾക്കും നയപരമായ തീരുമാനങ്ങൾക്കും വേണ്ടി ഈ പാർട്ടികൾ വിലപേശൽ നടത്തിയാൽ വിജയുടെ റിസൾട്ട് ഓറിയന്റഡ് മോഡൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഒരു വലിയ കക്ഷിയായി അധികാരം പങ്കിടുന്നതിനേക്കാൾ വിജയ്ക്ക് താൽപ്പര്യമുണ്ടാകുക തൻ്റെ മേധാവിത്വം അംഗീകരിക്കുന്ന ഇത്തരം ചെറിയ കൂട്ടുകെട്ടുകളോടായിരിക്കും. രണ്ടാമത്തെ സാധ്യത എന്നത് തമിഴ്നാട്ടിലെ മറ്റൊരു വൻ ശക്തിയായ AIADMKയുമായി കൈകോർക്കുക എന്നതാണ്. നിലവിൽ 70ലധികം സീറ്റുകളുമായി 2ാം സ്ഥാനത്തുള്ള AIADMKയുമായി TVK സഖ്യമുണ്ടാക്കിയാൽ അത് 180ലധികം സീറ്റുകളുള്ള സുശക്തമായ ഒരു സർക്കാരായി മാറും. മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ ഭരണപരിചയം വിജയുടെ ആദ്യ സർക്കാരിന് വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്യും. എന്നാൽ ഇത്തരം ഒരു സഖ്യം വിജയുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന് വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. തൻ്റെ പ്രചാരണത്തിലുടനീളം ദ്രാവിഡ പാർട്ടികളുടെ അഴിമതിയെക്കുറിച്ച് സംസാരിച്ച വിജയ് AIADMKയുമായി ചേരുന്നത് വോട്ടർമാർക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമോ എന്ന ആശങ്ക പാർട്ടി പ്രവർത്തകർക്കുണ്ട്. കൂടാതെ AIADMKയുമായുള്ള BJPയുടെ ബന്ധം വിച്ഛേദിക്കണം എന്ന കർശന നിബന്ധനയും വിജയ് മുന്നോട്ട് വച്ചേക്കാം. മതനിരപേക്ഷ സാമൂഹിക നീതി എന്ന തൻ്റെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് പിന്മാറാൻ വിജയ് തയ്യാറാകില്ല എന്നത് ഉറപ്പാണ്. ഇനി 3ാമത്തെ സാധ്യത DMKയും കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി വിജയ് മാറുന്നതാണ്. DMKയെ തൻ്റെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചാണ് വിജയ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനാൽ തന്നെ സ്റ്റാലിനുമായി കൈകോർക്കുന്നത് രാഷ്ട്രീയ ആത്മഹത്യയായി വിജയ് കരുതുന്നുണ്ടാകാം. എങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ BJPയെ അകറ്റി നിർത്താൻ കോൺഗ്രസ് മധ്യസ്ഥത വഹിക്കുകയാണെങ്കിൽ ഒരു പുതിയ മതേതര മുന്നണി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അസാധ്യമായി ഒന്നുമില്ല എന്ന വസ്തുത മമതാ ബാനർജിയുടെയും നിതീഷ് കുമാറിൻ്റെയും രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുടുംബവാഴ്ചയ്ക്കും അഴിമതിക്കുമെതിരെ വോട്ട് ചോദിച്ച വിജയ് DMK പിന്തുണ നേടിയാൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെ ബാധിച്ചേക്കാം. എന്നിരുന്നാലും ഒരു രാഷ്ട്രീയ അസ്ഥിരത ഒഴിവാക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾക്ക് വിജയ് തയ്യാറാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിജയുടെ ഈ കുതിച്ചുചാട്ടം കേവലം ഒരു താരപരിവേഷത്തിൻ്റെ മാത്രം ഫലമല്ല.
DMKയുടെ ഭരണത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും AIDMKയുടെ നേതൃത്വത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഒരു വലിയ വിടവ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചിരുന്നു. ആ വിടവിലേക്കാണ് വിജയ് കൃത്യമായി പദമൂന്നിയത്. തമിഴ് ദേശീയതയും രാഷ്ട്രീയ പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ മാറുന്ന കാലത്തിനനുസരിച്ചുള്ള വികസന കാഴ്ചപ്പാടുകളും വിജയ് മുന്നോട്ട് വയ്ക്കുന്നു. വിജയുടെ പിതാവും പ്രശസ്ത സംവിധായകനുമായ SA ചന്ദ്രശേഖർ രാഷ്ട്രീയ നീക്കങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വിജയ്ക്കൊപ്പം ചേർന്ന് തമിഴ്നാട്ടിലെ തങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി വീണ്ടെടുക്കണമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. തമിഴ്നാട്ടിലെ യുവാക്കൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും ആ മാറ്റത്തിന്റെ ചാലക ശക്തിയാകാൻ വിജയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. PMK, DMDK തുടങ്ങിയ പാർട്ടികൾ നിലവിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അധികാരത്തിന്റെ ഭാഗമാകാനുള്ള അവസരം അവർ പാഴാക്കാൻ സാധ്യതയില്ല. തമിഴ് സിനിമാ ലോകത്തു നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന MGRും ജയലളിതയും തമിഴ് ജനതയുടെ ഹൃദയം കവർന്നത് അവരുടെ ജനക്ഷേമ പദ്ധതികളിലൂടെയായിരുന്നു. വിജയും തൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ ഊന്നിപ്പറയുന്നത് പാവപ്പെട്ടവൻ്റെ ക്ഷേമത്തെക്കുറിച്ചാണ്. തൻ്റെ രാഷ്ട്രീയ പ്രവേശനം വെറുമൊരു ആവേശമല്ലെന്നും മറിച്ച് ജനങ്ങളെ സേവിക്കാനുള്ള ദൃഢനിശ്ചയമാണെന്നും അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. എന്നാൽ അധികാരം നിലനിർത്താൻ സഖ്യകക്ഷികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലായിരിക്കും വിജയുടെ രാഷ്ട്രീയ ഭാവി അടങ്ങിയിരിക്കുന്നത്. ചെറിയ പാർട്ടികൾ പലപ്പോഴും ഉയർന്ന പദവികളും നയപരമായ കാര്യങ്ങളിൽ വലിയ സ്വാധീനവും ആവശ്യപ്പെടാറുണ്ട്. ഇത് വിജയുടെ ഭരണരീതിയെ ബാധിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ തൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക എന്നത് അദ്ദേഹത്തിന് ഒരു അഗ്നിപരീക്ഷയായിരിക്കും. മെയ് മാസത്തിൻ്റെ ആദ്യ വാരത്തോടെ തമിഴ്നാട്ടിൽ ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തമായ ചിത്രം തെളിയും. മെയ് 7 സർക്കാർ രൂപീകരണം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. വിജയ് മുഖ്യമന്ത്രിയാകുന്ന ഒരു തമിഴ്നാടാണ് നിലവിൽ അണിയറയിൽ ഒരുങ്ങുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത സമവാക്യങ്ങൾ തിരുത്തിക്കുറിക്കപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യയിലെ മറ്റ് പ്രാദേശിക പാർട്ടികൾക്കും വലിയൊരു പാഠമാണ്. പണക്കൊഴുപ്പിനും കുടുംബവാഴ്ചയ്ക്കുമപ്പുറം ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന നേതാക്കളെ ജനങ്ങൾ സ്വീകരിക്കും എന്നതിൻ്റെ തെളിവാണ് TVKയുടെ മുന്നേറ്റം. സഖ്യ സർക്കാരായാലും ഏകകക്ഷി സർക്കാരായാലും വിജയ് തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു. തമിഴ് ജനത വിജയ്ക്ക് നൽകിയ ഈ വലിയ ഉത്തരവാദിത്തം അദ്ദേഹം എങ്ങനെ നിറവേറ്റും എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു നടൻ എന്ന നിലയിൽ നിന്ന് ഒരു ഭരണാധികാരി എന്ന നിലയിലേക്കുള്ള വിജയുടെ പ്രയാണം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ സുവർണ അധ്യായമായി മാറിയേക്കാം. ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കോട്ടകൾ ഒന്നൊന്നായി തകർക്കപ്പെടുമ്പോൾ തമിഴ് മക്കൾ പുതിയൊരു പുലരിക്കായി കാത്തിരിക്കുകയാണ്. വിജയ് ഒരു ഭരണാധികാരി എന്ന നിലയിൽ എത്രത്തോളം വിജയിക്കും എന്നത് വരും കാലം തെളിയിക്കും. സിനിമാ സ്ക്രീനിലെ മാസ് ഡയലോഗുകൾ പോലെ എളുപ്പമല്ല ഭരണ നിർവഹണം എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാകണം. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധികളും തൊഴിലില്ലായ്മയും സാമൂഹിക പ്രശ്നങ്ങളും രൂക്ഷമായ ഒരു സംസ്ഥാനത്ത്. ഓരോ ചുവടും ശ്രദ്ധിച്ചു വെച്ചില്ലെങ്കിൽ ഈ വലിയ ജനവിധി ഒരു ഭാരമായി മാറാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ വിജയ് യുഗം ആരംഭിച്ചു കഴിഞ്ഞു എന്നത് തർക്കമില്ലാത്ത സത്യമാണ്. ആവേശത്തിനപ്പുറം തമിഴ്നാടിൻ്റെ സമഗ്ര പുരോഗതിക്കായി ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം കെട്ടിപ്പടുക്കാൻ വിജയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. രാഷ്ട്രീയത്തിലെ ഈ പുതിയ പരീക്ഷണത്തെ അത്ഭുതത്തോടെയും പ്രതീക്ഷയോടെയുമാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.